ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് ഇഷ്ടമുള്ള റൗണ്ട് വന്നെത്തിയിരിക്കുകയാണ്. എന്താണത്? എന്താണ്? ചങ്ക്സ് ചോയ്സ്. അതെ, ഓക്കെ ചങ്ക്സ് ചോയ്സ് വന്നിരിക്കുകയാണ്. ഇന്ന് ചങ്ക്സ് ചോയ്സിൽ പെർഫോം ചെയ്യാനായിട്ട് ജനീലിയ കുട്ടിയാണ് വരാൻ പോകുന്നത്. ആരെയാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്തെങ്കിലും ഗസ് ഉണ്ടോ? ആര്യ ചേച്ചി അല്ലെങ്കിൽ MJ? ഓ, അതൊന്നും ഇത്ര ഒരു വിനയാന്യത അങ്ങോട്ട് വയ്യായിരിക്കും. എന്തായാലും വന്നിട്ട് നോക്കാം. ലെറ്റ്സ് വെൽക്കം ജനീലിയ കുട്ടി ഓൺ സ്റ്റേജ്. എനിക്ക് തോന്നുന്നു അവള് മധുവങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഓൾറെഡി മധുവങ്ങളെ സെലക്ട് ചെയ്തിട്ടില്ലേ? അതെങ്ങനെ? ഇല്ല ഇല്ല ഇല്ല, മുമ്പേ സാറ് ആണോ? ആ, ശരി ശരി. അല്ലേ? മധുവങ്കളിനെ കുറച്ച് ഭൂരിപക്ഷം കൂടുതലായിരുന്നു. എന്ന് വെച്ചാ ഇപ്പൊ മധുവങ്കൾ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് മധുവങ്കൾ ആണല്ലേ എല്ലാരും ആ കാരണ പറഞ്ഞത്. പോകുമ്പോ സ്നേഹം കൂടുവല്ലേ? ഓ, അതുവരെ എനിക്ക് പോകണ്ട കേട്ടോ. സാർ നമ്മളെവിടെ ഇരിക്കുന്നതാണോ കുഴപ്പം? നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാന്ന്. അയ്യോ, എഴുതിയത് നോക്കല്ലേ. നമുക്ക് എന്തായാലും ആരെയും സെലക്ട് ചെയ്യുന്ന നോക്കാം. കാരണം മധു സാറ് കൊറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പഴല്ലേ വരുന്നത്, അതുകൊണ്ട് മിസ് ചെയ്തു. ആ പാവം മനുഷ്യനെ കൊറേ കാലം കൂടിയാ കാണുന്നത്. അപരന്മാർ ടോപ്സിൽ MJ സാറിനെ അനുകരിക്കണം. അനുകരിക്കടാ. അതെ, ഇത് മധുവിന്റെ പരിപാടിയാണ് കേട്ടോ. ഞാൻ ചെയ്യാം. ഞാനിത് ഒബ്സർവ് ചെയ്താണ്. സുഷങ്ങളൊരു കുറച്ച് ഒന്നും കൂടെ കേക്കുന്നില്ല, കുറച്ചുകൂടെ. എന്നിട്ടും നീ എന്നെ ഒന്നുകൂടെ പോവേ. പോവേ. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. അവിടെ ആ ആ ഒരു എന്താ പറയാ, ആ ഫീല്. പിന്നെ എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ. ബാക്കി കടിച്ചേ. എന്നാത്മവിപഞ്ചിക തന്ത്രികൾ മീട്ടിയ സ്പന്ദന ഗാനമൊന്നും കേട്ടില്ലല്ലോ. പക്ഷെ അത് കൊള്ളായിരുന്നു. പക്ഷെ അത് കലക്കി. സുശാന്ത് വിളിക്കണ എന്താന്ന് വിചാരിച്ചു. അതെ, ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും അധികം വേണ്ടത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഒബ്സർവേഷൻ. യുനോ, ഈ ഒബ്സർവേഷൻ ഒക്കെ നമ്മുടെ മ്യൂസിക്കിലോട്ട് വരും. ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു മ്യൂസിക്. അതാണ് ഈ ഒബ്സർവേഷൻ എല്ലാം. അപ്പോ ഇന്ന് ജനീലിയ കുട്ടി ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റ് ആവാൻ പോണെന്ന് ഒന്നുകൂടെ തെളിയിച്ചിരിക്കുന്നു. എനിക്ക് ഇതുപോലെ രജനി സാറിന്റെ വരാറുണ്ട്. ഓഹോ, ഇടയ്ക്ക് സംസാരിക്കുമ്പോ അറിയാതെ. പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ തീരെ പ്രതീക്ഷയില്ല. അത് മാത്രമല്ല, ഞാൻ അറിഞ്ഞു പോലും അല്ലേ ഇവള് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ആളെ സെലക്ട് ചെയ്യാം നമുക്ക്. മധുവങ്ങൾ ഓൾറെഡി പണി തന്നു. അതെ, ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം MJ സാർ ചൂസ് ചെയ്തില്ല. നമുക്കിപ്പോ ആര്യ ചേച്ചി ചൂസ് ചെയ്യാം. ഓടിയാണല്ലോ പറഞ്ഞേ. എന്തൊരു ഉത്സാഹത്തിലാ പറഞ്ഞേ. അതിനാണ് ഇത്ര ഓട്ടം. അപ്പൊ മധുരഗാനത്തിന് റെഡി അല്ലേ? യെസ്. ഓക്കെ, ഏത് പാട്ടാ പാടുന്നേ? തേടി തേടി ഞാനലഞ്ഞു എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ എന്തായാലും ജനീലിയ കുട്ടി പാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ കേൾക്കാനും റെഡിയാണ്. പ്രേക്ഷകരെല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ജനീലിയ കുട്ടിക്ക് വോട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
എവിടെ എവിടെ തേടി തേടി ഞാനലഞ്ഞു, പാടി പാടി ഞാൻ തിരഞ്ഞു, ഞാൻ പാടിയ സ്വരമാകെ ചൂടാത്ത പൂവുകളായി, ഹൃദയം തേടും ആശകളായി, തേടി തേടി ഞാനലഞ്ഞു. ഏതോ വിളി കേൾക്കാൻ മടിയായതോ, കളിയരങ്ങിലാടുകയോ. ഏതോ വിളി കേൾക്കാൻ മടിയായതോ, കളിയരങ്ങിലാടുകയോ. ഓടി വരാനാവാതേതോ വാടിയിൽ നീ പാടുകയോ. എന്നും എന്നും നിന്നെ തിരയും എൻ്റെ വേണു തളരുകയോ, തളരുകയോ. എൻ്റെ വേണു തളരുകയോ, തളരുകയോ, തളരുകയോ. തേടി തേടി ഞാനലഞ്ഞു, പാടി പാടി ഞാൻ തിരഞ്ഞു, ഞാൻ പാടിയ സ്വരമാകെ ചൂടാത്ത പൂവുകളായി, ഹൃദയം തേടും ആശകളായി, തേടി തേടി ഞാനലഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. എനിക്കൂടാ എന്തോ ഒരു ചെറിയ പിച്ച് കൊടുത്തേ. അത് മീനുവിന് ഇഷ്ടമാ. വയലന്റ് ആവല്ലേ? ഇല്ല, അവള് കൂടുതൽ എക്സ്പ്രഷൻ ഇട്ടതാ. ഞാൻ തുണിയിലാ പിച്ചത്. എനിക്ക് പറ്റൂന്ന് ഓർത്തു. അങ്ങനെ ഓർക്കും, അതാ എന്റെ ആക്ടിങ്. അത് ഇക്കിളിയായതാ. ഈ പിച്ചൊക്കെയാണോ? കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നല്ലേ? ഒറിജിനൽ വേണോ? വേണ്ട വേണ്ട. അപ്പൊ സൂപ്പർ എന്ന് പറ. സൂപ്പർ സൂപ്പർ. ആ പിച്ചൊന്ന് കുറച്ചാലോ? കുറയ്ക്കാം. കുറച്ചാൽ നന്നായിരിക്കോ? ഇപ്പൊ ഏതാണ് പിച്ച്? ഡി ആണ്. മേക്ക് ഇറ്റ് സി. ഏതോ വിളി കേൾക്കാൻ മടിയായതോ, കളിയരങ്ങിലാടുകയോ. Okay, C sharp. ഏതോ വിളി കേൾക്കാൻ മടിയായതോ, കളിയരങ്ങിലാടുകയോ. യെസ് ഗുഡ് ഗുഡ്. കറക്റ്റ്. സി ഷാർപ്പ്. നമുക്ക് സി ഷാർപ്പ് എഴുതി വെച്ചോട്ടെ. ഓക്കെ, സി ഷാർപ്പ്. ഇപ്പ കറക്റ്റായി. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. പിച്ച് കിട്ടിയപ്പോ കറക്റ്റായി. ഈ മീനുട്ടിയുടെ പിച്ച് കിട്ടുമ്പോഴത്തേക്കും പലർക്കും പിച്ച് കറക്റ്റ് ആവുന്നുണ്ട്. എത്ര പേരങ്ങനെ നന്നായി പോയിരിക്കുന്നു. അതെന്താ അങ്ങനെ? എനിക്ക് അറിഞ്ഞൂടാ. ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോ മീനുട്ടിയോട് കൊണ്ടുപോകണം. പാഴ്സൽ തന്നുവിടും. അപ്പൊ ഇനി എവിടെയെങ്കിലും വെളിയിൽ പാടുമ്പോ കൊണ്ടുപോണേ, മേടിച്ചോണ്ട് പോണം. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിൽ പോയി മീനുട്ടിയുടെ വീട്ടിൽ പോയി കണ്ട് ഒരു പിച്ച് ഒരു വാങ്ങിച്ചു. പിച്ച് എന്നാലും മതി. അപ്പൊ ഇപ്പൊ പാടിയ പോർഷൻ അല്ലേ ഇല്ലേ? ആ മാ നേരത്തെ നല്ല സ്ട്രെയിൻ ആയിരുന്നു. പക്ഷെ സി ഷാർപ്പി വന്നപ്പോഴത്തേക്കും ആ മായ്ക്ക് ഒരു ഗമയുണ്ട് കേട്ടോ. അത് രസമുണ്ട്. അപ്പൊ നീരി ഗമ, ആ ഗമ വന്നു. അത് നല്ല രസമുണ്ട്. പിന്നെ എൻഡുകള് ഓരോന്നിന്റെയും ആദ്യത്തെ പല്ലവിയുടെ എൻഡ് പാടൂ. തേടി തേടി ഞാനലഞ്ഞു. ഒറിജിനൽ പിച്ചിലോട്ട് പോട്ടെ. ഡി. തേടി തേടി ഞാനലഞ്ഞു. നേരത്തെ അത് കറക്റ്റ് ഓൺ ദ ഡോട്ട് പിച്ചിൽ വന്നില്ല. ഞാനലഞ്ഞു അല്ലേ? അതില് ആ സ കറക്റ്റ് സ ആ കറക്റ്റ് കിട്ടണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത എൻഡ് തേടി തേടി ഞാൻ അലഞ്ഞു. തേടി തേടി ഞാനലഞ്ഞു. അത് കൊള്ളാം. ഇനി ഏറ്റവും അവസാനം തേടി തേടി ഞാനലഞ്ഞു. ആദ്യത്തെ പോലെ തന്നെ. പിന്നെ എനിക്ക് ആശ എന്ന് പാടിയില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് ആ നോട്ടില്. അതെങ്ങനെയാണ് പാടിയത്? ഹൃദയം തേടും ആശകളായി. അല്ലേ?
അത് രസമുണ്ട് കേട്ടോ. താങ്ക് യു സർ. അത് MK അർജുനൻ സാറിന് തന്നെ ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടർ ചെയ്ത പോലെ ഉണ്ട്. അതെ, അതെ, അതെ. നിത്യമലർ കാവെവിടെ, അതെങ്ങനെ പഠി? ആ, ഇപ്പൊ കറക്റ്റായി. അതെ അതെ. രണ്ടാമത്തെ പ്രാവശ്യം പാടിയപ്പോ കറക്റ്റ് ആയിരുന്നു. ഉടനെ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞു പിന്നെ എവിടെ എവിടെ എവിടെയെന്ന് പാടിയില്ലേ, ഉഗ്രനായിരുന്നു. താങ്ക് യു സർ. ആ, പിന്നെ എന്റെ വേണു തളരുകയോ തളരുകയോ, അതെങ്ങനെ പാടി? എന്റെ വേണു തളരുകയോ തളരുകയോ തളരുകയോ. ആ, ഇപ്പൊ ബെറ്റർ ആണ്. ശ്രുതി ചേർത്തേ പറ്റൂ, അത് സംശയമില്ല. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ സമയത്ത് എന്തോ ശ്രുതി എന്തോ ഒരു ആരോ കണ്ണു വെച്ചോ ഇഷ്ടപ്പെടുന്നില്ല ശ്രുതിന്. മാത്രമല്ല ജനിക്കുട്ടിക്ക് ഇന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, എന്തോ ഏയ് ഒരു ഭയം. നമ്മൾ കുറച്ച് നാളായില്ലേ കാണാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി? ഏകദേശം 1 year അത് അല്ലേ? അല്ല ടെൻഷൻ അല്ല, ജസ്റ്റ് അതില്ലായിരുന്നു. സീരിയസ് ആയിട്ട് ഞാൻ സമ്മതിച്ചു തരൂല. ടെൻഷൻ ഉണ്ട്. കാരണം ആദ്യം റിഹേഴ്സലില് ഇവിടെ നിന്നപ്പോ തന്നെ എനിക്ക് അതൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. സാധാരണ ജനിക്കുട്ടിയുടെ കോൺഫിഡൻസ് ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത്രയും കോൺഫിഡന്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ചിലപ്പോ എന്റെ തോന്നലായിരിക്കാം, പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. ഞാൻ പക്ഷെ പാട്ടായിട്ട് കോൺഫിഡന്റ് ആയിരുന്നു. ആ, അപ്പൊ കുറച്ചും കൂടെ ടേക്ക് ഇറ്റ് ഈസി പോളിസി നന്നായിരിക്കും കേട്ടോ. ഓ, ഓക്കെ. ജനിക്കുട്ടി അങ്ങനെ വിളിക്കാറുണ്ടല്ലേ ആൾക്കാര്? ആ, ജനിക്കുട്ടി നന്നായിരുന്നു. താങ്ക് യു സർ. നന്നായിട്ട് എനിക്ക് ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് തേടുമാശകളായി, താങ്ക് യു സർ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു താങ്ക് യു സർ. കേട്ടോ. ഹമ്മിങ് നന്നായിരുന്നു. താങ്ക് യു സർ. ഹമ്മിങ് സാധാരണ പാടുമ്പോൾ കുറച്ച് അവസാനം എത്തുമ്പോൾ ബ്രെത്ത് പ്രോബ്ലം ഉണ്ടാവാറുണ്ട് സാധാരണ, പക്ഷെ ഇന്ന് നന്നായിട്ട് അത് കിട്ടി. താങ്ക് യു അപ്പൊ സർ. ഞാൻ അത്ഭുതപ്പെട്ടു. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അതിനുവേണ്ടി എന്താണ് നീട്ട് ആണല്ലേ സസ്റ്റൈൻ നോട്ട്സ് പാടി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യാസം കണ്ടു തുടങ്ങി, ഇമ്പ്രൂവ്മെന്റ്. ഇപ്പം ഞങ്ങൾ നേരത്തെ പറയായിരുന്നു ഇവിടെ ഉള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് കാണുന്നത് ജനീലിയ കുട്ടിയിലാണ്. നേരത്തെ ഇവിടെ വന്ന ജനീലിയ കുട്ടിയും ഇപ്പോഴത്തെ ജനീലിയ കുട്ടിയും തമ്മിൽ ആനയും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന ഞാൻ തിരഞ്ഞു, അതൊന്ന് ചേരാനുണ്ടായിരുന്നു. അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന തുണ്ടുപല്ലവി ഇല്ലേ, അതിൽ ഞാൻ തിരഞ്ഞു. ഒരു പ്രൊഫഷണൽ സിംഗറിനെ പോലെ ആയി വരുന്നുണ്ട് കേട്ടോ. ഒരു പ്ലസ് പോയിന്റ് ആണ്, വളരെ നല്ല കാര്യമാണ്. അത് മാക്സിമം അതുപോലെ തന്നെ പോട്ടെ, പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ വരട്ടെ. ഓക്കെ, ഇനിയും ഇംപ്രൂവ്മെന്റ് വരട്ടെ. യെസ്, ഇപ്പൊ നല്ല ഇൻവോൾവ്മെന്റ് ആണ് ജനീലിയ കുട്ടിക്ക്. ആ പാട്ടിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ ഈ അളവിൽ അത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ ഇമ്പ്രൂവ്മെന്റ് കാണാനും, അതാണ് ആ വന്നിരിക്കുന്ന വ്യത്യാസം. അപ്പൊ ഇന്നത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലായില്ലേ? യെസ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ജനീലിയ കുട്ടി ഫാർ 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 മുന്നോട്ടേക്ക് ഇങ്ങനെ ഓടിച്ചാടിയിട്ടാണ് ജനീലിയ കുട്ടിയുടെ പ്രോഗ്രസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അതിൽ ഭയങ്കര പ്രൗഡാണ് കേട്ടോ. അതെന്തായാലും അടിപൊളിയാണ്. അതുപോലെ ഇന്ന് മോഡുലേഷൻസും ഒരുപാട് പ്രോഗ്രസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് മെയിനായിട്ട് എനിക്ക് തോന്നിയത് ഇംപ്രൂവ്മെന്റ്, ഇൻവോൾവ്മെന്റ്, മോഡുലേഷൻസിൽ വന്ന വ്യത്യാസം. പിന്നെ എനിക്ക് മൊത്തത്തിലൊരു ഫ്രഷ്നെസ് തോന്നി. ആ ഒരു പാട്ടിലൊരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ജനീലിയ കുട്ടി. അപ്പൊ എന്തായാലും മിടുക്കിയാണ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെ പോയപ്പോ അതിനേക്കാളും നന്നാണ്. അച്ഛൻ പറയാറുണ്ടോ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന്? ഇല്ല, അപ്പൊ ഇനിയാണ് അങ്ങനെ അതാണ് വേണ്ടത്. പ്രോപ്പർ അച്ഛൻ. അപ്പൊ അച്ഛനും വലിയച്ഛനും അമ്മാവരും മാർക്ക് പറയാം. അമ്മായി ചുട്ടോളൂ. അമ്മായി ചുട്ടത് മരുമോൾക്കായി, അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി. അമ്മായി ചുട്ടത് മരുമോൾക്കായി, അമ്മായി കൊച്ചമ്മായി മരുമോന്റെ കുഞ്ഞമ്മായി. കച്ചവടം പൊട്ടിയപ്പോ 97.5. അപ്പൊ ജനീലിയ കുട്ട ഇനിയും ഇമ്പ്രൂവ്മെന്റ് ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, ഓൾ ദി വെരി ബൈ.
MJ അങ്കിൾ, യെസ്. ഇനി വരാൻ പോകുന്നത് ഒരു ഡ്യുവറ്റ് റൗണ്ട് ആണ്. ഈ ഡ്യുവറ്റ് പെർഫോമൻസിലുണ്ടല്ലോ നമുക്ക് ഇവരെ കണ്ട അയ്യോ നല്ല കോംബോ അങ്ങനെ തോന്നുന്ന അങ്ങനെ തോന്നുന്ന രണ്ടുപേരാ വരാൻ പോകുന്നത്. അത് ഉടുപ്പിലും ഒക്കെ അങ്ങനെ തന്നെയാ. ഒരു വൈൽഡ് ഗസ് പറയട്ടെ. പറഞ്ഞോ. ഒരാള് കുട്ടുമണിയായിരിക്കും. ആണ്, ഉറപ്പായിട്ട് ആണ്. എന്നാ ഞാനും ഒരു വൈൽഡ് ഗസ് പറയാം. അടുത്തയാള് വൈദ്യുതി ആയിരിക്കും. എന്തൊരു വൈൽഡ് ആണ്. രണ്ടുപേരും കറക്റ്റ് ആണ്. നമ്മുടെ കുട്ടുമണിക്കുട്ടനും ദ്വിതിക്കുട്ടിയും എത്താണ്. ലെറ്റ്സ് വെൽക്കം പാർത്ഥിവ് ആൻഡ് ദ്വിതി ഓൺ സ്റ്റേജ്. കണ്ടോ? ഹലോ. ഉടുപ്പൊക്കെ കണ്ടോ? ഒരുപോലെ അല്ലേ? സെയിം ബട്ട് ഡിഫറൻസ്. കൊള്ളാട്ടെ, സ്റ്റൈലായിട്ടുണ്ട് കേട്ടാ. ഓ, വേറെ സ്റ്റൈല്. രണ്ടുപേരും ഹലോ, നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, വേറൊരു കാര്യം ചോദിക്കട്ടെ. നേരത്തെ ഞാൻ അതിലേ പോയപ്പോഴേ മറ്റേ അത്ഭുത ദ്വീപിൽ ഒരു ചിരിയില്ലേ, അതുപോലെ ചിരിക്കുന്നു. ദിദിക്കുട്ടി കാണിച്ചേ. അതാണ് ടാലന്റ്, കുറുമ്പ്. കുറുമ്പ് വേണം പാട്ടുകാർക്ക്, കുറുമ്പ് വേണം. ഞാൻ എപ്പോഴും നോക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഏതാ പാട്ട് ഇന്നത്തെ? മഴക്കാലമേഘം മലരൂഞ്ഞാലാട്ടിയത്. മഴക്കാലമേഘം വന്ന് അതാ പാട്ടാ? ആ പാട്ടാ? അതിന്റെ മലയാളം. സൂപ്പർ. ഗംഗൈ അമരൻ സർ മ്യൂസിക്, എഴുതിയത് പോച്ചൽ ഖാദർ സർ. സിനിമ പ്രേമാഭിഷേകം അല്ലെ? ഈ സിനിമ തന്നെ വാഴ്വേ മായം എന്നുള്ള പേരിലാണ് തമിഴില് അല്ലെ? കമലഹാസൻ സാറും ശ്രീദേവി ചേച്ചിയാണ് അഭിനയിച്ചത് അല്ലെ? നല്ല സൂപ്പർ സിനിമയാണ്. എത്ര പ്രാവശ്യം കണ്ടത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഈ ഫിലിമിലെ നീലവാനച്ചോലയിൽ കുറച്ച് ഒരു 2 ലൈൻ പാടിത്തരോ? പാടാലോ. എന്റെ അച്ഛനെ വളരെ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. എനിക്കും വളരെ ഇഷ്ടം. കാളിദാസൻ പാടിയ മേഘദൂതമേ, ദേവിദാസനാകുമെൻ രാഗഗീതമേ, ചൊടികളിൽ തേൻകണം ഏന്തിടും പെൺകിളി, ചൊടികളിൽ തേൻകണം ഏന്തിടും പെൺകിളി, നീയില്ലെങ്കിൽ ഞാനേകനായി എന്തേ മൗനം മാത്രം, നീലവാന ഓടയിൽ നീന്തുകിன்ற വെണ്ണില, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്ന എൻ ദേവി നീലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. മധു തൊട്ടാൽ അത് അതിമധുരമായിരിക്കും, ഇരട്ടി മധുരം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ രണ്ടുപേരും പാട്ട് പാടാൻ പോവാണ്. താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ദ്വിതിക്കുട്ടിക്കും കുട്ടുമണിക്കുട്ടനും വേണ്ടി വോട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സൂപ്പർ Thank you. Thank you. ഒരാള് ഫോണിലുണ്ട്, പാർത്ഥീവ്. ആണോ? ജ്യോതിക്കുട്ടി, നിങ്ങൾ പാടിയ പാട്ട് കേട്ടു. சரி, ഞാൻ ഫോൺ കൊടുക്കാം, കേട്ടോളൂ. തമിഴിൽ இல்லைன்னா മലയാളത്തിൽ பேசிடலாம். மலையாளத்துல பேசுறது மலையாளம் கொண்டு கொள்ளையும். பரவாயில்ல, நீங்க பேசுங்க. எப்படி இருந்தாலும் பிரச்சனை இல்லை. நான் யாருன்னு சொல்ல வேண்டாம். பாட்டுக்கும் எனக்கு நிறைய சம்பந்தம் உண்டு, இந்த படத்துக்கும் எனக்கும் நிறைய சம்பந்தம் உண்டு. இப்ப இவங்க பாடினதை கேட்டோடனே நான் அந்த வருஷத்துக்கு போயிட்டேன், அந்த ஒர்க் பண்ண வருஷத்துக்கு. நான் வேற யாரும் இல்ல, இளையராஜாவோட தம்பி கங்கை அமரன். நமஸ்தே சார். நமஸ்தே சார். நமஸ்காரம். இந்த மாதிரி ரசிக்கிறதுக்கு எனக்கு பண்ணிய மது பாலகிருஷ்ணனுக்கு நான் ரொம்ப தேங்க் பண்ணோம். முக்கியமா இல்ல, நிஜமா நாங்கெல்லாம் ஒரே ஃபேமிலி தான். மது நாங்கெல்லாம் குழந்தைங்க பாண்டது 2 பேருமே அற்புதமா பண்ணாங்க. ஆர்கஸ்ட்ரா வந்து இது வந்து நான் என்னமோ இருந்த கேப் எல்லாம் மியூசிக் போட்டு ஃபுல்லா பண்ணிருப்பேன். எல்லாத்தையுமே ஆர்கஸ்ட்ரா வந்து பிச்சு வாங்கிட்டாங்க. அந்த எல்லா நோட்ஸையும் போட்டு நல்லா பண்ணாங்க. பார்த்தியா அந்த 2 பேருமே நல்லா பண்ணாங்க. ரொம்ப அருமையா இருக்கு. தேங்க்ஸ் சொல்றாங்க. இவங்களுடைய எய்ம் என்னவோ, அதாவது இப்ப பாட்டு வந்திருக்காங்க உங்க டிவில வந்துட்டு இருக்காங்க ஷோல, அவங்க என்ன மனசுல வச்சு இந்த ஸ்டேஜுக்கு வந்தாங்களோ அது நிறைவேறணும்னு சொல்லி நான் வாழ்த்துறேன். அவங்க பெரிய வக்கீலா வரணும்னு நினைக்கிறாங்களா, அட்வொகேட்டா வரணும்னு நினைக்கிறாங்களா, இன்ஜினியரா வரணும், பாடகரான் தான் நினைக்கிறேன். பாட்டுக்காரன் ஆகிரகம். அதுதான் அதே சிந்தனையில உதாரணம் சொல்லணும். அதே சிந்தனையில எங்களை சொல்லணும். எங்களுக்கு சின்ன வயசுல இருந்து படிப்பை விட்டுட்டு பாட்டுல போறோம். நீங்க அப்படி வருங்காலத்துக்கு அதே நேரத்துல மியூசிக் பேசுறதுனால அதை நல்லா டெவலப் பண்ணி கொள்ளக்கூடிய மைண்ட்ல இருந்து நீங்க பெரிய சிங்கராகவும் வரணுங்கிறது என்னுடைய பரிபூர்ணமான ஆசீர்வாதம். அவங்களை பெற்ற அப்பா அம்மாக்களுக்கு, அந்த பாட்டை கேட்டு சந்தோஷப்படக்கூடிய அவங்க சொந்தத்தார்களுக்கு தேங்க்யூ சோ மச் அண்ணா. ரொம்ப சந்தோஷம் அண்ணா, ரொம்ப சந்தோஷம். தேங்க்யூ சோ மச். இங்க இவர் இருக்க. தேங்க்யூ. நான் ஒரு நிமிஷம், இங்க எம் ஜெயச்சந்திரன் மியூசிக் டைரக்டர் இல்லையா, நீங்க தானே? ஒரு நிமிஷம் கொடுக்குறேன் சார். நமஸ்தே. ஆஃப்டர் வெரி லாங் டைம். ரொம்ப நாள் சார். உங்கள்கிட்ட உட்காந்து மதுகிட்ட நாங்க பாரத் பண்ணும்போது நிறைய பாடல்கள் கேட்டோம். அதே மாதிரி உங்கள்கிட்ட நிறைய வந்து விஷயங்களை கேட்கணும்னு எனக்கு ரொம்ப ஆசை உண்டு. ஐயோ சார், நீங்க வந்து எனக்கு வந்து பிடித்தமான கலைஞர்கள் இருக்கிறீங்க. உங்களை எல்லாம் அளவிட முடியாது. உங்களுடைய ஆற்றலை வந்து அளவிட்டு சொல்ல முடியாது. அந்த அளவுக்கு நீங்க வந்து மியூசிக்ல ஃபுல் அண்ட் ஃபுல் ஒரு சின்ன துளிகள் கூட விடாம நீங்க வந்து பண்ணி காட்டுறீங்க. அதெல்லாம் எனக்கு பிடிச்சமான விஷயம். வாழ்க கூடிய சீக்கிரம் உங்களோட சேர்ந்து கலந்து சங்கீதத்தை கேட்டுட்டே இருக்கணுங்கிற ஆசை இருக்கு. உங்ககிட்ட பேசுறது கூட ரொம்ப கிரேட் ஆனரா தெரியுது. தேங்க்யூ சோ மச். இருக்கிறவங்க எல்லாமே நம்ம எல்லாம் ஒன்னா தான் இருக்கோம். எனக்கு வந்து குரு துல்லியன் சார். தேங்க்யூ சார். ரொம்ப நன்றி நிகழ்ச்சிக்கு என்னை அழைத்ததுக்காக ரொம்ப நன்றி. தேங்க்யூ சோ மச். வாழ்க. அந்த குழந்தைகளுக்கு பாராட்டு. അതാണ് ദ വോയിസ് ഓഫ് ദ ഗ്രേറ്റ് മാൻ. വലിയ ഭാഗ്യമാണ് കേട്ടോ മധു. എത്ര വലിയൊരു ലക്കാണെന്ന് ആലോചിച്ചൊക്കെ വന്ന് പാടി. എന്ന് പറഞ്ഞാൽ സിനിമയിൽ എന്തൊക്കെയാണോ ഒരാളാവേണ്ടത് അതൊക്കെ ആയ ആളാണ്. ഇപ്പൊ മ്യൂസിക് കമ്പോസർ ഗംഗൈ അമരൻ സർ, ലിറിക് റൈറ്റർ ഗംഗൈ അമരൻ സർ, ഡയറക്ടർ പ്രൊഡ്യൂസർ, അങ്ങനെ ആക്ടർ, അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ധാരകളിലുള്ള എത്രയോ മഹത്തായിട്ടുള്ള ഗാനങ്ങൾ എഴുതിയിട്ടുള്ള. എന്ത് രസമായിട്ടാ സംസാരിക്കുന്നേ അല്ലേ? എന്ത് രസം ഇങ്ങനെ കേട്ടിരിക്കുന്നു. അതെ. അത് ശരിക്കും ഇവരോട് 2 പേരോടുള്ള അത്രയും ഇഷ്ടം. നേരിട്ട് കണ്ടിട്ട് ഒന്നുമില്ലല്ലോ, പാട്ടല്ല ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നത്. പക്ഷെ അത്രയും ഇഷ്ടത്തിൽ സംസാരിക്കാൻ വരണേ ശരിക്കും നല്ലൊരാള് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ജീവിതത്തിലുള്ള ഒരു മുഹൂർത്തമാണ് എന്ന് പറയുന്നത് ഈ നാഷണൽ അവാർഡിന് ഈ എന്നും നിന്റെ മൊയ്തീൻ കാത്തിരുന്നു എന്നുള്ള പാട്ടിനാണല്ലോ നാഷണൽ അവാർഡ് കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു അവാർഡ് ഫംഗ്ഷന് ശേഷം പാർട്ടിയുണ്ട്, ഒരു രാത്രി ഡിന്നറുണ്ട്. അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായി നേരിട്ട് കാണുന്നത്. അപ്പൊ ആ ഒരു അവാർഡ് ജൂറിയിൽ അദ്ദേഹമായിരുന്നു സംഗീതത്തിന്റെ. അപ്പൊ എനിക്ക് ഇദ്ദേഹത്തിനെ പരിചയമില്ല. അപ്പൊ ഞാൻ പോയി കാലുതൊട്ട് നമസ്കരിച്ച് ഞാൻ പറഞ്ഞു, സർ ഞാനാണ് ജയചന്ദ്രൻ. അപ്പൊ ഉടനെ അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇതുപോലെ സംസാരിച്ച ഒത്തിരി ഇഷ്ടപ്പെട്ടു പാട്ട്, നിങ്ങൾക്ക് അവാർഡ് തന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സർ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സിനിമയുടെ മുഴുവൻ കഥ ഒരു 4 മിനിറ്റ് പാട്ടിൽ നിങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അവാർഡ്. അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഇങ്ങനെയൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥം, നമ്മൾ സാർത്ഥകമാണ്. നമ്മൾ അങ്ങനത്തെ ഫുൾഫില്ലിംഗ് മോമെന്റ്സ് ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് ഫുൾഫില്ലിംഗ് മോമെന്റ്സ് നമ്മുടെ കുട്ടുമണിക്കും നമ്മുടെ വൈദ്യുതിക്കും
ഈ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് കൂടി ഏറ്റവും ആശംസിക്കുകയാണ് കേട്ടോ. ഏറ്റവും വലിയൊരു കാര്യം അദ്ദേഹത്തിന്റെ എളിമയാണ്. അയ്യോ, ഇത്രയും വലിയൊരു മനുഷ്യനായിട്ടും സംസാരിക്കുന്ന കണ്ടില്ല. അതാണ് ഏറ്റവും മാതൃക. നിറകുടം തുളുമ്പില്ല. അതാണ് നമ്മൾ yes, അദ്ദേഹത്തിന് ഇന്ന് മനസ്സിലാക്കാനുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന രീതി കണ്ടല്ലേ, അതെ. വളരെ സാധാരണക്കാരനായിട്ട് സംസാരിക്കുന്നു, പക്ഷെ അദ്ദേഹം ഗ്രേറ്റ് ആണ്. അത് നമുക്ക് നന്മ. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മളെപ്പോഴും റൂട്ടഡ് ആവണം. നമ്മുടെ കാല് ഇവിടെ ഭൂമിയിൽ തന്നെ നിൽക്കണം. എത്ര വേണമെങ്കിലും മുകളിലോട്ട് വളർന്നോട്ടെ എന്നുള്ളതാണ് കേട്ടോ. ആകാശം മുട്ടെ വളരുന്ന രണ്ട് ഗായകരായിട്ട് വരട്ടെ. തീർച്ചയായിട്ടും നല്ല നല്ല അനുഗ്രഹമാണ് തന്നിട്ടുള്ളത് സാറ് കേട്ടോ. ഗംഗാമരൻ സാറാണ് സംസാരിച്ചത്, മനസ്സിലായില്ലേ? ആ പിന്നെ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ എയറിലാണ് എപ്പോഴും ഈ പാട്ട്. അതറിയാമോ? ഹിറ്റ് എന്നല്ല, ഇതിന്റെ വിഷ്വൽസ് എല്ലാം എയറിലാണ്, പാരച്ചൂട്ടിലാണ്. അതെ, കണ്ടിട്ടുണ്ടോ? ആ വിഷ്വലി കണ്ടില്ലേ? പാട്ട് പഠിച്ചപ്പോ കണ്ടില്ലേ? മൊത്തം അങ്ങനെ ഒരു റൊമാൻസ് എയറിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന പാട്ടാണ്. അവിടെയാണ് പ്രണയം വിരിയുന്നത്. പിന്നെ മൗനം പാടിയത് എന്ന് പറയും. എന്താ അതിന്റെ ലിറിക്സ് എന്താ? അവിടെയാണ് ഗ്രൗണ്ടിലെത്തുന്നത്. അവിടെ ഗ്രൗണ്ടിലെത്തിയിട്ട് ഉടനെ കമലഹാസൻ സാർ പാടിയേ, അങ്ങനെ വരുന്നത് പഴയ രീതിയിലുള്ള കൊറിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ. അത് മറക്കാൻ പറ്റാത്തതാണ് കേട്ടോ. രണ്ടുപേരും കൂടെ അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. കുട്ടുമണി കലക്കി കേട്ടാ. ഒരു സ്ഥലം മാത്രം എനിക്ക് ഒരു സംശയം. സംഗീതം പ്രേമത്തിൻ സന്ദേശം. ആ സന്ദേശം കറക്റ്റ് ആക്കൂ. സംഗീതം പ്രേമത്തിൻ സന്ദേശം. സ്ലിപ്പായി. എന്നാ നീങ്ക സ്ലിപ്പ് பண்றது இந்த மாதிரி? அது வேண்டாமா? என்னாச்சு கண்ணா? கண்ணே அந்த மாதிரி வேண்டாம். காமன் மீட்டும் சங்கீதம். அது பிராக்டிஸ் பண்ணணும். நல்லா பிராக்டிஸ் பண்ணாதான் அது வரும். ஓகே குட்டுமணி? ஓகே. அப்ப வந்து வைദ്യുതി வந்து அந்த ஒரு இடம் தேடியது. മിഴികൾ തേടിയത്. ചിത്രപ്പെണ്ണിൻ മിഴികൾ തേടിയത്. കറക്റ്റ്. എല്ലാമേ ഒരേപോലെ എഴുതിയിருக்கு. അത് പാടുங்க. ഇത്രയും കാലം ചിത്തിരപ്പെണ്ണിൻ മിഴികൾ തേടിയത്. നല്ലത്. യെസ്. இந்த மாதிரி പാട വേണ്ടിയത്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് മീട്ടാത്ത വീണയാം എന്നുടെ ദേഹം. അത് പാടിയില്ലേ ജ്യോതികുട്ടി? യെസ്. പിന്നെ കുട്ടുമണി അവിടെ പാടിയില്ലേ ആകാശഗംഗയൻ മേനിയെ? അതൊന്ന് പാടാമോ? ആ പുൽകാൻ അവിടെ കുറച്ചൊരു മോഡുലേഷൻ കൊടുത്തിരുന്നു മക്കൾ ആ സമയത്ത്. ആ സമയത്ത് ആ ടേക്കില് എന്നടാ ഇപ്പൊ അത് പറഞ്ഞേ. അപ്പോഴത്തെ ഇതില് നമുക്ക് സ്വയം പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അതുവരെ ഇല്ലാതെ. നേരത്തെയും അത് ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, പക്ഷെ ആ സമയത്ത് അങ്ങനെ പാടിയില്ലേ, അവിടെയാണ് നിന്നിലുള്ള ആർട്ടിസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ രണ്ടുപേരും അസലായിട്ട് പാടിയിട്ടുണ്ട്. ഒന്ന് രണ്ട് സ്ലിപ്സ് അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പാട്ടിന്റെ സെലക്ഷൻ ആണ് രണ്ടുപേരും കൈയടി കൊടുക്കുന്നത്. icing on the cake, Gangayamarang sir. Yes. And that is due to our Madhu Balakrishnan ji. പാർത്ഥിവ് കുട്ടാ, ജ്യോതികുട്ടി എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കട്ടെ. സൂപ്പർ സൂപ്പർ. ആകെ ആ തേടിയതും സന്ദേശവും ഇത് രണ്ടുമാണ് പ്രശ്നമായത്. ബാക്കിയെല്ലാം സൂപ്പറോ സൂപ്പർ. വിരൽ ഇങ്ങനെ കൈ കോർത്ത് ഇങ്ങനെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും ഒരു കുഞ്ഞു വിരല് ഇങ്ങനെ പോന്നു. പിന്നെ പാർത്ഥിവ് പാടിക്കൊണ്ടിരിക്കുമ്പോ ദ്യുതികുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു. അതെന്തോ AI പോലെ എനിക്ക് കുറച്ച് സമയത്തേക്ക് നല്ല ക്യൂട്ടായിരുന്നു. കൊറിയോഗ്രാഫി ആരാന്ന് പറയട്ടെ? ഞങ്ങളല്ലേ ഇതിന്റെ കൊറിയോഗ്രാഫി. ആരാ? നമ്മുടെ ധനശ്രീയുടെ അമ്മയില്ലേ, അനിയന്റെ ഇതിന്റെ കൊറിയോഗ്രാഫി. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. പിന്നെ ഓഹോ ആഹാ പാടിയില്ലേ, അതും അതും നന്നായിരുന്നു അല്ലേ? രണ്ടുപേരും കൂടെ. എന്തായാലും അനുപല്ലവിയുടെയും ചരണത്തിന്റെയും രണ്ടുപേരും പാടിയത് നന്നായിരുന്നു കേട്ടോ. തുടക്കത്തിൽ 2 ലൈൻസ് എന്തായാലും കാലക്കി എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു ഇന്ന് പാടി. സൂപ്പർ. ആ എൻട്രി ആണ് ഇങ്ങനെ സ്ലോ മോഷൻ. അതെങ്ങനെയാ സ്ലോ മോഷൻ? എങ്ങനെ എനിക്കൊന്ന് പഠിക്കണമല്ലോ, എങ്ങനെയാ അത്?
ആ ജയം പറഞ്ഞ പോലെ ഉണ്ട്. സ്ലോ മോഷൻ അത് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സൂപ്പർ, കൊള്ളാം കൊള്ളാം. അത് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നിർത്താത്ത ഡാൻസ് ആണ്, നല്ല എൻജോയ് ചെയ്ത് പാടി രണ്ടുപേരും. ബ്യൂട്ടിഫുൾ സെലക്ഷൻ, പറ്റിയ പാട്ട്, ശബ്ദമൊക്കെ നല്ല മാച്ച് ആയിരിക്കുന്നു. ഒരു ഡ്യുവറ്റ് എങ്ങനെയാണോ പാടേണ്ടത് അതുപോലെ രണ്ടുപേരും പാടി വെച്ചിട്ടുണ്ട്. ഞാനും ഈ 2 സ്ഥലത്തുള്ള ക്ലാരിറ്റി മാത്രം നോട്ട് ചെയ്തത്, ഈ തേടിയതും സന്ദേശവും. ബാക്കിയൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. എനിക്ക് ആ എൻട്രി ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തായാലും ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ വൈ ദ്യുതിക്കുട്ടിക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 99.25 on 100. കുട്ടുമണിക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 99.5 out of 100. സൂപ്പർ സൂപ്പർ ആയിട്ട് പാടി രണ്ടുപേരും നല്ല മാർക്ക് കിട്ടി. ഇപ്പൊ നമുക്ക് ഇത്രയും വലിയ മാർക്ക് കിട്ടുന്ന വലിയ കാര്യമാണ് കേട്ടോ. അത് മാത്രല്ല, ഈ നിൽക്കുന്ന 2 പേരാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദ ഡേ ആണ് അല്ലെ. 2 പേരുണ്ട്. ആര്യ ചേച്ചി, വെൽക്കം. ഓക്കെ, 2 ഗിഫ്റ്റാ നമുക്കുള്ളത്. ഓരോരുത്തർക്കും കൊടുക്കാം അല്ലെ. ആദ്യത്തത് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. അടുത്തത് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിൻഡ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. അടുത്ത സൂപ്പർ സ്റ്റാറിന്. ഓക്കെ, അടിപൊളി. രണ്ടുപേരും കുളിച്ച് ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വരണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആര്യ ചേച്ചി. താങ്ക് യു 2 പേർക്കും.